ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആന്റോ ആന്റണി എംപിക്കെതിരെ ആരോപണവുമായി CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു. തിരുവല്ലയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആന്റോ ആന്റണിയുടെ ഇടപാടുകൾ പരിശോധിക്കണമെന്ന് ഉദയഭാനു ആവശ്യപ്പെട്ടു. മറുപടി അർഹിക്കാത്ത ആരോപണങ്ങളാണ് ഉദയഭാനു പറയുന്നതെന്ന് ആന്റോ ആന്റണി തിരിച്ചടിച്ചു. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരർ തിരുവല്ലയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചിരുന്നു. 2.5 കോടി രൂപയായിരുന്നു തന്ത്രിയുടെ നിക്ഷേപം. ഇത്രയും തുക അതേ സ്ഥാപനത്തിൽ നിന്ന് ആന്റോ ആന്റണി MP കൈപ്പറ്റിയെന്നായിരുന്നു ഉദയഭാനുവിന്റെ ആരോപണം. ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആന്റോ ആന്റണിയുടെ ഇടപാടുകളിലെ ദുരൂഹത പരിശോധിക്കണമെന്ന് ഉദയഭാനു ആവശ്യപ്പെട്ടു. MPയുടെ പണമിടപാടിൽ SIT അന്വേഷണം നടത്തണമെന്നും ഉദയഭാനു. ഈ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ആന്റോ ആന്റണി MP 2.5 കോടി രൂപ എടുത്തതായി പൊതുവെ നാട്ടിൽ അഭിപ്രായമുണ്ട്. ഈ തന്ത്രിയുമായും ആന്റോ ആന്റണിക്കുള്ള സാമ്പത്തിക ബന്ധത്തെക്കുറിച്ചും SIT അന്വേഷിക്കണം. അതേസമയം ഉദയഭാനുവിന്റെ ആരോപണങ്ങൾ ആന്റോ ആന്റണി തള്ളി. ഒരു മറുപടിയും അർഹിക്കാത്ത ആരോപണമെന്നായിരുന്നു MPയുടെ പ്രതികരണം. അവർ ചെയ്യേണ്ടത് നാട്ടുകാരുടെ കൺമുമ്പിലാണ്, ജനത്തിൻ്റെ കൺമുമ്പിലാണ് ഈ കൊള്ളക്കാരൊക്കെ സംരക്ഷിക്കപ്പെടുന്നതും അവരെ പാർട്ടിയിൽ സംരക്ഷിക്കുന്നതും അവർക്ക് എതിരെയുള്ള നടപടികൾ സ്തംഭിച്ചു നിൽക്കുന്നതും അന്വേഷണ ഏജൻസിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് അതിനാണ് പരിഹാരം പോകേണ്ടത്. അല്ലാതെ വ്യാജ പ്രസ്താവന ഇറക്കിയല്ല അത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സ്വർണം കട്ട കൊള്ളക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അപവാദ പ്രചരണങ്ങൾ നടത്തുന്നതെന്നും ആന്റോ ആന്റണി പറഞ്ഞു. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.